ഞാൻ നൂറെ സ്വീകരിക്കും. പെൺകുട്ടികളൊന്നും ഞാൻ ആൺകുട്ടികൾ കല്യാണം കഴിക്കില്ല. പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കും. ഒരു ലെസ്ബിയൻ്റെ ഇടയിൽ എന്താണ് ഇഷ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ. അതൊരു ലെസ്ബിയൻ ആണ്, അതൊരു ഫാഷനായിട്ട് കൊണ്ടു നടക്കാണ്. ഇങ്ങനൊരു സംഭവം ഇല്ല. ലക്ഷ്മി എന്ന് പറയുന്ന ആൾ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ അവരെ അത്രമാത്രം ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മറ്റൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ LGBTQIA+ എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, LGBTQIA+ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ബിഗ് ബോസ് എന്താ പറയേണ്ടത്, ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള നമ്മുടെ ആദിലയും നൂറയും പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് അവർ അവിടെ എത്തിയത് മുതൽ ഭയങ്കര ചർച്ചാ വിഷയങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ. അവർക്കെതിരെയും ഈ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയും ഒക്കെ ഭയങ്കര മോശമായ രീതിയിലുള്ള ഒരുപാട് കമൻസും ഒരുപാട് വീഡിയോകളും ഒരുപാട് കമൻസ് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏറെക്കുറെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ മനസ്സിലാക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത് കാണുന്ന കമൻറ്റുകൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്നായിട്ടുള്ള ലക്ഷ്മി എന്ന് പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് നമ്മുടെ എന്താ പറയുക കപ്പിളിനെതിരെ നടത്തിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അതിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അപ്പോൾ എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എൻ്റെ ചാനലിൽ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ പറയാം. നല്ലൊരു കാര്യമായിട്ട് ഞാൻ BEd പഠിച്ചിരുന്ന ആളാണ്, ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് BEdൽ നമ്മൾ ലാസ്റ്റ് സെമ്മിന് നമുക്കൊരു ജെൻഡർ എന്നതിനെ കുറിച്ചൊരു പേപ്പറിന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു പേപ്പർ പഠിച്ചത് മുതലാണ് എനിക്ക് LGBTQIA കമ്മ്യൂണിറ്റി എന്താണ് ലെസ്ബിയൻ, എന്താണ് ഗേ, എന്താണ് ട്രാൻസ്ജെൻഡർ, എന്താണ് ഇൻ്റർസെക്സ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത് ആ ഒരു പേപ്പർ പഠിച്ചത് മുതലായിരിക്കും. അപ്പം അന്ന് മുതൽ തന്നെ ആ ഒരു പേപ്പർ ഞങ്ങളുടെ ക്ലാസ്സിൽ എടുക്കുന്ന സമയം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകളും ഭയങ്കര ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് ക്ലാസ്സിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറേയൊക്കെ മുന്നേ അറിയെങ്കിലും പക്ഷെ അന്നാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എതിർക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിനോട് ഡിസഗ്രി ചെയ്യുന്നതും എഗ്രി ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിനെ വല്ലാതെ വെറുക്കുന്ന എന്ന് വെച്ചാൽ അവരെ അത്രമാത്രം വെറുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ അവിടെ എത്തിയതിന് ശേഷമായിരുന്നു. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള ചിന്താഗതി സാധ്യമാകുന്നത് ത്രൂ എഡ്യൂക്കേഷനിലൂടെയാണ് അല്ലേ, നമ്മളെപ്പോഴും പറയുന്നതാണ്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ട് ചില കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് എനിക്ക് അവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഈ ഒരു ആൾക്കെതിരെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ആൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് വളരെ മോശമായ രീതിയിൽ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേ സെയിം സംഭവം തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിലും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റില്ല. ഇതിനെതിരെ BEd എടുത്തിട്ടും നാളെ വരും തലമുറയെ വാർത്തെടുക്കേണ്ട, അല്ലെ വരും തലമുറക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അവരെ എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്താണെന്ന് കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നമുക്ക് മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഈ ഒരു കാറ്റഗറി പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുകയും ചെയ്യേണ്ട അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ തന്നെ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്, ഇന്ന് ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ BEd സമയത്തായിരുന്നു. അപ്പം അന്ന് മുതലേ ക്ലാസ്സിൽ ഇതിനെതിരെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമെങ്കിലും നമുക്കവിടെ എന്താ പറയുക കുറേ കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് മുതലേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യമൊക്കെ വെച്ചിട്ടൊരു വീഡിയോ നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരുന്ന എൻ്റെ വീഡിയോ ഒക്കെ കുറേ കുഞ്ഞു മക്കളൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ അവരിലേക്കൊക്കെ എത്തിക്കണം എന്നുള്ളത് പണ്ട് മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നത്. അതിനൊരു കാരണം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പം നടന്ന ആ ഒരു ഇഷ്യൂ കാരണമായി എന്നേ ഉള്ളൂ. അല്ല ആ ഒരു ഇഷ്യൂവിനെ മാത്രം ആസ്പദമാക്കിയിട്ട് അവരെ മാത്രം എന്താ പറയേണ്ടത്, ആ നൂറായ ആദില അവരെ മാത്രം സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്നൊരു വീഡിയോ അല്ല. ഞാൻ നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുണ്ട്, നാദിറ,
പിന്നെ ജാസി കുറച്ച് ഫെയിം ആയിട്ടുള്ള, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് അധികം ഫെയിം ആയിട്ടുള്ളതുകൊണ്ട് മാത്രം അവരെ പേര് പറഞ്ഞ് അത് അറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ കമ്മ്യൂണിറ്റി, എന്താണ് എന്താണ് സംഭവം എന്താണെന്നുള്ളത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി തരുന്ന തരത്തിലൊരു വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്ന കുറച്ച് ഞാൻ എന്താണ് എൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇത് കൊച്ചിരി കൂടി ലോങ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു തരത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആ ഒരു BEd പഠന കാലത്ത് എനിക്കിത് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ ആദ്യം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് ഇതിനെതിരെ ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സാധനത്തിനെതിരെ കുറേ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, ട്രാൻസ്ജെൻഡർ എന്ന് എടുത്ത് പറഞ്ഞില്ല, ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഈ ഒരു കാറ്റഗറിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കുറേ പേര് കുറേ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഇല്ല, ഇതൊക്കെ റിസൾട്ട് ഇപ്പം അടുത്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ട് വരുന്നത്, പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന കുറേയേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ആ ഒരു BEd ആ ഒരു സമയത്ത് നമുക്കൊരു കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ലിവിങ് ക്യാമ്പിൽ ഒരു ദിവസം ജെൻഡർ ടോക്ക് എന്ന് പറഞ്ഞൊരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിയ ഇഷ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും അറിയായിരിക്കും, സീരിയലിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മോഡലിംഗ് ആ ഒരു കാറ്റഗറിയൊക്കെ പെടുന്ന ആളായിട്ടുള്ള റിയ ഇഷ. ഞാൻ അവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ പുള്ളിക്കാരത്തി വന്ന സമയത്ത് അനുഭവം, അവർക്ക് നേരിട്ട് ഒരാളെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ആ റിയ ഇഷ നല്ല അടിപൊളിയായിരുന്നു. അവരാ ഒരു ഭയങ്കര ആ ഒരു സ്റ്റോറി കേട്ടിരുന്ന അത്രയേറെ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയ കാര്യങ്ങളായിരുന്നു. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സൊസൈറ്റിയിൽ ഇവർ നിൽക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ അത്രയും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണമെന്നും ഉദ്ദേശത്തോടു കൂടി ജനിച്ച ആളുകളാണ് അവർ. പക്ഷെ അവർ ഇങ്ങനെ ആയിപ്പോയതാണ്, അവരിങ്ങനെ ആയതല്ല. എന്ന് വെച്ചാൽ ഇത് അവരൊരു ലൈഫ് സ്റ്റൈലല്ല. എല്ലാവരും കരുതുന്നത് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ ലെസ്ബിയൻ, ഗേ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ഫാഷൻ പോലെ അവർ കൊണ്ടു നടക്കാനാണ് എല്ലാവരും വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് ഒരു ഫാഷനോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലോ അങ്ങനെ അവർ എന്താ പറയുക മനഃപൂർവ്വം ആക്കി തീർന്നതല്ല. ഇത് അവരുടെ എന്താ പറയുക ഐഡൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞത്, ലൈഫ് സ്റ്റൈലില്ല, ഇത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ആദ്യം വളരെ സിമ്പിളായിട്ട് എന്താണ് LGBTQIA+ എന്ന് പറയുന്ന സംഭവം, എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റി എന്നത് വളരെ ലളിതമായിട്ട് പറയാം. LGBTQIA++ എന്നാണ് പറയുന്നത്. കാരണം ഇനിയും കുറേ കാറ്റഗറികൾ വരും കാലങ്ങളിൽ വരാനുള്ളതുകൊണ്ടാണ് ++ എന്ന് പറയുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. വിവിധ സെക്ഷൽ വേരിയേഷൻസും, സെക്ഷലി ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വേരിയേഷൻസും അതുപോലെ തന്നെ വിവിധ ഐഡൻറ്റിറ്റീസിനൊക്കെ നമ്മൾ ജനറലായിട്ടൊരു കാറ്റഗറിയിൽ ജനറലായിട്ട് അവരെ വിളിക്കുന്ന ഒരു അമ്പല ടേം മാത്രമാണ് LGBTQIA+ എന്ന് പറയുന്നത് എന്ന് ഈ കമ്മ്യൂണിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള വിവിധ വേരിയേഷൻസ്, സെക്ഷുവാലിറ്റിയിൽ ഉണ്ടാകുന്ന വിവിധ വേരിയേഷൻസും അതുപോലെ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്ന വിവിധ വേരിയേഷൻസും. ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ജനിച്ച അന്ന് മുതലേ നമ്മൾ കേൾക്കുന്ന രണ്ട് തരത്തിലുള്ള സെക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലേ ഉള്ളൂ. ഏതാണ്? മെയിൽ ഫീമെയിൽ അല്ലേ. സെക്സും ജെൻഡറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സെക്സ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും ഉള്ളൂ, പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ബയോളജിക്കലാണ്, അതുപോലെ അനാറ്റമിക്കലാണ്. ബയോളജിക്കലി ഒരാൾ ജനിക്കുമ്പോൾ നമ്മളെ സെക്ഷൽ ഓർഗൺ വഴി നമ്മൾ മനസ്സിലാക്കുക അല്ലെ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ സെക്ഷൽ ഓർഗൺ വെച്ച് നമ്മൾ അത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകുന്നു. പക്ഷെ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ജെൻഡർ എന്ന് പറയുന്നത്. ഈ ജെൻഡർ വേരിയേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജെൻഡർ പലതരത്തിലുള്ള ഈ വേരിയേഷൻസിനെ ഒന്നിച്ചൊരു അമ്പല ടേം ആയിട്ട് വിളിക്കുകയാണ് നമ്മൾ LGBTQIA+ എന്ന് പറയുന്ന ഇത്. അതാണ് ആ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഈ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇതിൽ വിവിധ തരത്തിലുള്ള സെക്ഷുവൽ ഐഡൻറ്റിറ്റീസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പറയുന്നതാണ് ഫസ്റ്റ് വൺ എന്നാണ് നമ്മൾ L പറഞ്ഞ ലെസ്ബിയൻ എന്ന് പറഞ്ഞു. ഇതാണ് ലെസ്ബിയന് ഏറ്റവും നിങ്ങൾക്ക് ഒരു ഉദാഹരണമായി കാണാൻ പറ്റുന്നതാണ് ലെസ്ബിയൻ കപ്പിളായിട്ട് ഇപ്പം നമ്മളെ ബിഗ് ബോസ് സീസൺ 7 വന്നിട്ടുണ്ടായിരുന്നു ആദിലയും നൂറയും. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത്
ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇതിലൊക്കെ നമ്മളിത് സെക്സ് വെച്ചിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമുക്കിത് ഭയങ്കര വൾഗായിട്ടായിട്ട് തോന്നുന്നത്. നമ്മളവിടെ ലവ് അല്ലെങ്കിൽ കെയർ എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ചിട്ട് ഈ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ നമ്മളെ മൈൻഡ് നമ്മളിങ്ങനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അങ്ങനെ ഒരു വൾഗായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു കുറേ ജനങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പാർട്ട്ണറിൽ ഈ ഒരു ലെസ്ബിയൻ്റെ ഇടയിൽ എന്താണ് ആ ഒരു ലവും കെയറും ആ ഒരു സ്നേഹം മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഈ ഒരു കപ്പിളിന് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ലെസ്ബിയനോട് ഉദ്ദേശിച്ചത്. ഗേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ആണിനോട് അട്രാക്ഷൻ തോന്നുന്നതാണ് ഗേ എന്ന് പറഞ്ഞത്. അപ്പോൾ LGB ബി എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ, ഒരാൾക്ക് ആണിനോടും ആണിനോടും പെണ്ണിനോടും പുരുഷനോടും സ്ത്രീയോടും ഒരുപോലെ അട്രാക്ഷൻ തോന്നുകയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് LGBTQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല, ക്യൂർ എന്നാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യാനാണ്. QUEER എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്സ് ഏതാണെന്നല്ലേ, നമ്മുടെ സെക്ഷൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, അല്ലാതെ എന്താ പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലല്ല എന്ന് പറയുന്നത്. ഈ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരാളുടെ എന്താ പറയുന്നത് നമ്മുടെ അവസ്ഥയാണ്, അങ്ങനെ ആയിപ്പോകുന്നതാണ്, അല്ലാതെ നമ്മൾ ആക്കിയെടുക്കുന്ന ഒരു കാര്യമില്ല. അപ്പം അതിൽ ക്യൂർ എന്ന് പറയുന്നത് മറ്റിതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ സെക്സ് നമ്മൾ ചിലപ്പോൾ ജനിക്കുമ്പോൾ ബയോളജിക്കൽ നമ്മൾ മെന്നായിരിക്കും അല്ലെങ്കിൽ വുമൺ ആയിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് അതല്ല. നമുക്ക് നമ്മളെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്താണ് തിരിച്ചറിയാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ക്യൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ വീഡിയോന് വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ മാറിപ്പോണതിൽ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂർ പറഞ്ഞു. ഇനി അടുത്ത് ഇൻ്റർസെക്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജനിക്കുമ്പോൾ മുതൽ തന്നെ നമ്മളെ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത, അത് ക്ലിയർ അല്ലാത്ത, നമ്മുടെ ബയോളജിക്കൽ സെക്സ് ക്ലിയർ അല്ലാത്തതിനാണ് നമ്മൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് അസെക്ഷൽ എന്ന് പറയുന്നത്. അസെക്ഷൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ആരോടും സെക്ഷൽ അട്രാക്ഷൻ തോന്നാത്ത അവസ്ഥയാണ് അസെക്ഷൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള എന്താ പറയേണ്ടത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുറച്ച് ജെൻഡർ ഐഡൻറ്റിറ്റീസ് ആണ് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയും ഒരുപാടുണ്ട്, ഇനിയും കുറേ വരാനിരിക്കുന്നു. പിന്നെ പണ്ടത്തതും ഇന്നത്തതും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പണ്ട് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഞാനെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ഞാനിപ്പോൾ പണ്ടത്തെ അടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ലെസ്ബിയൻ ആയിരിക്കാം, ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് വിചാരിക്കും. അപ്പം ഞാനൊരു ലെസ്ബിയൻ ആണ്, അപ്പം ഞാനിതാ ഇപ്പം മാരേജ് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ലെസ്ബിയൻ ഒരാൾ അവർ ലെസ്ബിയൻ ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടും അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, മറ്റുള്ളവർക്ക് അവരെ മനസ്സിലാവുന്നില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ സൊസൈറ്റിന്ന് അംഗീകരിക്കില്ല എന്നറിയുമ്പോൾ അവരെന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ ത്യജിച്ചല്ല, അവരുടെ ഐഡൻറ്റിറ്റി മറന്നുകൊണ്ട് അവർ എന്തിനോ വേണ്ടി ജീവിക്കുകയാണല്ലേ. അത് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ ഈ ഒരു കുറച്ച് മുന്നേ ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഡിവോഴ്സ് കേസിലൊക്കെ. ഡിവോഴ്സ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഗേ ആയിരുന്നു അല്ലെങ്കിൽ വൈഫ് ലെസ്ബിയൻ ആയതുകൊണ്ടെന്ന്. എന്തുകൊണ്ടായിരിക്കും അതൊരു വിവാഹം വരെ എത്തിയിട്ടുണ്ടാവുക? അവർക്ക് അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരാളില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഇതിനെ അംഗീകരിക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടായിരിക്കും അവർ എന്താ പറയുന്നത് നമ്മളെ ആ ഒരു ക്യാരക്ടറിനെ നമ്മളെ ആ വ്യക്തിത്വം പോലും ഇല്ലാതാക്കിക്കൊണ്ട് അവർ മറ്റൊരു ലൈഫിലേക്ക് പോകുന്നല്ലേ. അങ്ങനെ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ലൈഫ് നശിപ്പിക്കുന്നതിലും ഭേദമല്ലേ നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഇതിന് മനസ്സിലാക്കിയിട്ട് അവിടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ കുറേ അറിവ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് ഓരോരുത്തർ പെർസ്പെക്റ്റീവാണ്. വിശ്വസിച്ചോളം നമുക്ക് ഓരോ ആശയത്തെയും ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എതിർക്കുന്ന ആൾ എതിർത്തോളൂ, നല്ല രീതിയിൽ നമുക്ക് അതിന് ഡിസഗ്രി ചെയ്യാം. പക്ഷെ നമുക്ക് നേരെ അങ്ങനത്തെ വ്യക്തികൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, അത്രയെങ്കിലും നമുക്ക് ഓരോരുത്തർ ചെയ്തൂടെ. നിങ്ങൾക്ക് അത് നോർമലൈസ്ഡ് ആയിട്ട് കാണാൻ വേണ്ടി ഇപ്പം പറ്റുന്നില്ല. നിങ്ങൾക്കത് എല്ലാവരെ പോലെയാണ് എന്ന് അവർ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം. പക്ഷെ അവർ ഇൻസൾട്ട് ചെയ്യാതിരുന്നൂടെ. അപ്പം അങ്ങനെയെങ്കിലും ചെയ്യാനുള്ളൊരു മര്യാദ നിങ്ങൾക്ക് കാണിച്ചൂടെ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു രോഗമോ എന്താ പറയുന്നത് ഒരു രോഗമല്ല. ഇത് മനുഷ്യൻ്റെ നമ്മൾ പലതരം വൈവിധ്യങ്ങൾ പറയുമല്ലോ, മനുഷ്യൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ വെച്ച് നമ്മൾ വൈവിധ്യങ്ങൾ പറയില്ലേ, ഓരോ ആളുകളെ നമ്മൾ കാറ്റഗറി ചെയ്യും. അപ്പോൾ ഇതൊരു മനുഷ്യനിലുണ്ടാകുന്ന ഒരു വൈവിധ്യം തന്നെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റിയിലുള്ള അല്ലെങ്കിൽ സെക്ഷൽ വേരിയേഷൻസിനാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല നമ്മൾ അതിൽ ബിഗ് ബോസ് താരം ആ ഒരു ലക്ഷ്മി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകൻ വരെ കാണുന്ന ഷോ ആണ്.
അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ ലെസ്ബിയൻ കപ്പിളിൻ്റെ ഇടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലോ പോയി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയാണ്. പല തരത്തിലുള്ള ഇതിനെ കളിയാക്കിക്കൊണ്ടുള്ള പല വീഡിയോസുകളും ഓരോ ആളുകൾ ചെയ്യുന്നതാണ്. ഈ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ഡിവോഴ്സും കാര്യങ്ങളും, ആരാണ് അതിലൊക്കെ സൂയിസൈഡിലൊക്കെ നയിക്കുന്നതുകൊണ്ട് ഇനി നാളെ മുതൽ എന്ത് ചെയ്യും, ഈ പെൺകുട്ടികളൊന്നും ഇനി ആൺകുട്ടികൾ കല്യാണം കഴിക്കില്ല, പെൺകുട്ടികളൊക്കെ ഇനി പെൺകുട്ടികളെയൊക്കെ തന്നെ കല്യാണം കഴിക്കും എന്ന് പറയുന്ന പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോ ആളുകൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ച്, നമ്മുടെ സെക്ഷൽ ഓർഗൺ വെച്ച് നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കുഞ്ഞുനാൾ നമുക്ക് അറിയില്ലല്ലോ, സെക്ഷൽ അട്രാക്ഷൻ ഈ കാര്യങ്ങൾ കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ സ്വത്വം എന്ന് പറയുന്ന സാധനത്തെ തിരിച്ചറിയുന്നതിനാണ് ജെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെയാണ് നമ്മൾ ജെൻഡർ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മുടെ ആ ഒരു ആദില നൂറ എന്ന് പറയുന്ന അവരുടെ ആ ഒരു സ്റ്റോറിയിൽ തന്നെ അവർ പറഞ്ഞിട്ട് എപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് തിരിച്ചറിയുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മനസ്സിലാവില്ല. നമ്മളെ ഉള്ളിലുള്ള ആ സ്വത്വത്തെ നമ്മൾ തിരിച്ചറിയുന്നത് കുറച്ച് വലുതാകുമ്പോഴായിരിക്കും. ചിലപ്പോൾ ഒരു ആൺകുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിയ ഇഷ എന്ന് പറയുന്ന നമ്മുടെ കോളേജിൽ വന്നപ്പോൾ അവരുടെ ലൈഫ് സ്റ്റോറി കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് അവരുടെ ഈ ഒരു നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞത്, എപ്പോഴാണ് മനസ്സിലാക്കിയെടുത്തത്. നമ്മളുടെ ആണായിട്ട് ജനിച്ചു, കുറച്ച് എന്താ പറയുക, സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്കൂൾ ടൈമിൽ കോളേജ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നും, നമുക്ക് ഇഷ്ടം തോന്നില്ലേ, നമുക്ക് അട്രാക്ഷനൊക്കെ തോന്നും, അട്രാക്ഷൻ്റെ ഭാഗമാണ് ഇഷ്ടം. അപ്പോൾ അതേപോലെ അവർ അങ്ങനെ തന്നെ എല്ലാ ആൺകുട്ടികളെ പോലെ അവരിങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അല്ല എനിക്കൊന്നും തോന്നുന്നില്ല, ഒരു ആൺകുട്ടീനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ആയിട്ടുള്ളവർ ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ എനിക്കങ്ങനെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഇഷ്ടം തോന്നുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ, നമ്മളിപ്പോൾ ചെറിയ സമയം ഇപ്പോൾ ആയാലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കും. പക്ഷെ ആ ഇഷ്ടം ഒരു എന്താ പറയുക, ഒരു കപ്പിളായിട്ടുള്ള ഒരു ഇഷ്ടം, മീൻസ് ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു സാധനം ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഇങ്ങനെ സൊസൈറ്റിയിൽ നമ്മൾ ജനിച്ച് നമ്മളൊരു ലൈഫ് ലീഡ് ചെയ്ത് വരുമ്പോൾ സൊസൈറ്റിയുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയെടുക്കുന്നത്. ആരും മനഃപൂർവ്വം എന്താ പറയേണ്ടത് എങ്ങനെ ആവണം എന്ന് വിചാരിച്ച് ഉണ്ടാകുന്നതല്ല, അങ്ങനെ ആകുന്നതുമല്ല. ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ജാസിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഒരു വേർഡാണ്, കുറച്ച് ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ അടുത്ത ജന്മത്തിൽ നിനക്കൊരു പെണ്ണാവണോ അല്ലെങ്കിൽ ആണാവണോ എന്ന് ചോദിച്ചാൽ ജാസി നീ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ജാസി അതിൽ പറയുന്നുണ്ടായിരുന്നു, ആണാവണമെന്നും അല്ലെങ്കിൽ പെണ്ണാവണമെന്ന് ഞാൻ പറയില്ല, ആണായാലും കുഴപ്പമില്ല പെണ്ണായാലും കുഴപ്പമില്ല, പക്ഷെ ഏതായാലും അതൊരു പൂർണ്ണതയുള്ളതായിരിക്കണം. അല്ലാണ്ട് ഇതുപോലെ ആവരുത് എന്ന് പറയുന്നത് അതിൽ അവർ എത്ര ഉള്ളിൽ തട്ടിലാണ് ആ ഒരു കാര്യം പറയുന്നത് ആലോചിച്ച് നോക്കിയത്. നമ്മൾ ആണായിട്ട് ആണായിട്ട് ജനിക്കുകയാണ്, പക്ഷേ അത് ആണിൻ്റെ പൂർണ്ണതയിൽ എത്തില്ല. കാരണം ആണിൻ്റെ ബോഡിയാണ് അവർക്കുള്ളത്, പക്ഷേ മനസ്സെന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെയാണ്. അതങ്ങനെ ആയിപ്പോകുന്നതാണ്. അവർ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുള്ളത്? ഇത്രയും നമ്മുടെ ഈ സൊസൈറ്റി അത്ര ഇതിൻ്റെ ഇത്രയും എതിർപ്പുകളും എന്താ പറയുക, ഇങ്ങനെ എന്തൊക്കെ മോശം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റുവാങ്ങും, ഇതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ മാത്രമല്ല അത്രയും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഈ സർജറിയും കാര്യങ്ങളല്ലേ, നമ്മുടെ സെക്ഷൽ ഓർഗൺ റിമൂവ് ചെയ്തിട്ട് ഒരു സർജറി ഉണ്ടല്ലോ, അതൊക്കെ എത്ര വേദനാജനകമാണ്. ഇതൊക്കെ മനഃപൂർവ്വം ആരെങ്കിലുമൊക്കെ പോയി ചെയ്യുമോ? എന്താ പറയേണ്ടത്? ഓക്കെ, എന്നാൽ ഞാൻ ഇന്ന് ഇത്ര നാളെ ഞാൻ പെണ്ണായിട്ട് ജനിച്ചു, ഇനി എനിക്കൊരു ആണായിട്ട് ജീവിക്കണം, ഞാൻ നാളെ പോയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ പോകാമെന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കണമെങ്കിൽ അത് വെറുതെ വരുന്നൊരു ചിന്തയല്ല. അത് അത്രയും കാലങ്ങളായിട്ട് എന്താ പറയുന്നത്, എനിക്കറിയില്ല എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലായി തന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അറിയാത്ത ആളുകൾ ദയവ് ചെയ്ത് പഠിക്കും ഇതിനെക്കുറിച്ച്. കാരണം നാളെ നമുക്കുണ്ടാകുന്ന കുട്ടികളോ നമ്മൾ റിലേറ്റീവ് ആരെങ്കിലോ ആണിങ്ങനെയെങ്കിൽ നമ്മൾ അവരെ
ഇപ്പോൾ ആളുകൾക്ക് ചെയ്തു നമ്മൾ അവരെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പറയാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഞാനൊരു B.Ed കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ നാളെ ഫ്യൂച്ചറിൽ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഞാൻ എന്താ പറയുക, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലേ എനിക്ക് വരുന്ന എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാവും. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും ഈ ഒരു തരത്തിലുണ്ടെങ്കിൽ എനിക്ക് അവരെ മനസ്സിലാക്കി കൂടെ നിർത്തണ്ടേ. ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപികയ്ക്ക് അങ്ങനെ കുറച്ച് കുട്ടികളെ മനസ്സിലാക്കി അവരെ നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം അവരുടെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അധ്യാപികക്ക് അത് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് പിടിച്ച കുട്ടീനെ ഒരുപക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ രക്ഷിതാക്കൾ ചേർത്ത് പിടിച്ചേക്കാം. നമ്മളെ ഫാമിലീസ് എല്ലാം ഇങ്ങനെയുള്ളൊരു ആൾ ജനിക്കുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫാമിലി ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായും സൊസൈറ്റി എന്ത് ചെയ്യും, അവരെ ചേർത്ത് പിടിക്കും. അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇപ്പം എല്ലാവരും അതിലൊക്കെ ആയാലും ഈ പറഞ്ഞ അതില നൂറൊക്കെതിരെ ആയാലും എല്ലാവർക്കെതിരെ പറഞ്ഞത് ഇപ്പം ജാസിനൊക്കെ പറഞ്ഞു നിൻ്റെ ഉമ്മ നിന്നെ അംഗീകരിക്കുന്നോ, നിൻ്റെ ഉപ്പ നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കി അല്ല അവർ പറയുന്നുണ്ട് ഫാമിലി വരെ നിങ്ങൾ അംഗീകരിച്ചില്ല, പിന്നെ ഞങ്ങളെന്ത് അംഗീകരിക്കണം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറായ നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി തീർച്ചയായും അവർ അംഗീകരിക്കും. അപ്പോൾ ആ ഒരു സൊസൈറ്റിനെ ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്നിലുണ്ട് എന്ന് ഉള്ള ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ല എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ, ഇതെന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മളൊരിക്കലും എന്താ പറയുക ഒറ്റപ്പെടുത്താൻ പാടില്ല. ഇത് അവരുടെ അവസ്ഥയാണ്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളോട് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചു നോക്കിയാൽ മതി. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു വരം വേണ്ടാന്നുണ്ട്. കാരണം ഈ ഒരു ലൈഫിൽ അത്രയേറെ ഒരു അനുഭവിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നായാലും എന്താ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായാലും സൊസൈറ്റിയിൽ നിന്നായാലും ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഇതുപോലെയുള്ള ഭയങ്കര മോശപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ട് അത്രയും മനക്കട്ടി വരുത്തിയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. ഭയങ്കര സങ്കടം തോന്നും അങ്ങനെയുള്ള ആളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വിഷമം തോന്നും. നമ്മളെപ്പോലെ തന്നെ നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ജനിച്ചു വന്ന ആളുകളാണ്. പക്ഷെ അവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് മറന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? എന്തെങ്കിലും ആവട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇതെൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എത്ര ഭയാനകമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മളെ പാർട്ട്ണറെ കൂടിയാണ് നമ്മൾ ചീറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒരു ലെസ്ബിയനാണ്, ഞാനത് മറച്ചു വെച്ച് ഞാനിവിടെ കല്യാണം കഴിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ട്ണറിലെ അവിടെ ചീറ്റ് ചെയ്യുന്നത്. ആ മറച്ചു വെക്കേണ്ട അവസ്ഥ വരുന്നത് സൊസൈറ്റി അവർ അംഗീകരിക്കില്ല, ഫാമിലി അവർ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പെടലിൽ നിന്നാണ് ചില ആളുകൾ അത് മറച്ചു വെക്കുന്നത്. പണ്ട് കാലത്തും ഇതുപോലുള്ള ആളുകളുണ്ടായിരുന്നു, അവരിതുപോലെ മറച്ചു വെച്ചായിരുന്നു, പേടി കൊണ്ട് മറച്ചു വെച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ധൈര്യത്തോടു കൂടി ഇതിനൊക്കെ എന്താ പറയുക ഫേസ് ചെയ്യാനുള്ള കുറച്ച് മെൻറ്റാലിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ ഇപ്പോൾ ആളുകൾക്ക് വന്നതുകൊണ്ടാണ് കുറേ ആളെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന കുറേ ആളുകളെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കറിയാം എൻ്റെ വീഡിയോ ചെറിയ കുഞ്ഞു മക്കളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ ഇതെന്താണെന്ന് ആദ്യം പഠിക്കുക. നമ്മളാണ് അവരെ നമ്മൾ കൂടെ നിർത്തേണ്ടത്. നമുക്ക് അവരോട് ചില വ്യക്തികളോട് നമുക്ക് എതിർപ്പുണ്ടാവില്ല. അപ്പം നമ്മൾ അവരെ എനിക്ക് അവരെ ഇഷ്ടമല്ല ആ ഒരു ഇതിൽ അവരെന്തെങ്കിലും നമ്മൾ പറയില്ല. നമുക്ക് എല്ലാത്തിനോടും ഒരേപോലെ ഇഷ്ടം വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഈ ഒരു ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ള സാധനത്തിന് നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഡിസഗ്രി ചെയ്തോളൂ. അതൊക്കെ ഓരോരുത്തർ പെർസ്പെക്റ്റീവാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഒരാൾക്കും പറ്റൂല, ത്രൂ എഡ്യൂക്കേഷനും പറ്റൂല എന്ന് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പക്ഷേങ്കിലും നമുക്ക് അവരെ ഇൻസൾട്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്ക് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റും. എല്ലാ വ്യക്തികളും ലോകത്തിലെ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഡിസേർവ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ചില കമ്മ്യൂണിറ്റി, ചില റിലീജിയന്, ചില എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ടായിരിക്കും ഇത് എതിർക്കുന്ന ആളുകളായിരിക്കും. കമ്മ്യൂണിറ്റി ആയാലും പിന്നെ എന്താ പറയുക റിലീജിയൻ ആയാലും ആ ഒരു സൈഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നമ്മുടെ
നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും നമ്മൾ ഇന്ത്യൻ ഭരണഘടന റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈക്വലായിട്ട് എല്ലാവരും ഈക്വൽ ആണെന്നാണ് നമ്മളെ ഭരണഘടന പറയുന്നത്. അവിടെ എന്താ പറയുന്നത്, ഗേ എന്ന് പറഞ്ഞത് വേറെ ആളത് മാറ്റി നിർത്തേണ്ട ആളോ, ലെസ്ബിയൻ എന്ന് പറയുന്നത്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ടത്, മെൻ എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ടല്ല, എല്ലാവരും ഒരേ എന്താ പറയുക ഈക്വൽ ആണെന്നാണ് നമ്മളെ ഭരണഘടന പറയുന്നത്. അവർ എല്ലാവരും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടത്തിനുള്ള ലൈഫ് ലീഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇതിനെ നിങ്ങൾ നല്ല മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്തോളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സഭ്യമില്ലാത്ത അസഭ്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ഇതിന് എന്തും വേണേൽ പറയാതെ നിങ്ങളുടെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയുക നിങ്ങളാരെയും വാഹം മേടിക്കെട്ടാനാവില്ല. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ എന്താണോ നിങ്ങളിതിനെതിരെ പറയുന്നത് നിങ്ങൾ കമൻസ് ആയിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കണം, അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ ഡിസഗ്രി ചെയ്യാം, എന്നാൽ അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇനി വരുന്ന കുറേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപിക ആവേണ്ട ആളായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ എൻ്റെ ആ ഒരു BEd സമയത്ത് ടീച്ചിങ് പ്രാക്ടീസ് ട്രെയിനിങ് ഉണ്ടാവുമല്ലോ, ട്രെയിനിങ് പീരീഡിൽ എനിക്ക് 7ാം ക്ലാസ്സിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയോ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ ജാൻമണിയൊക്കെ പോലെയല്ലേ, ആണ് പെണ്ണാവുന്നതല്ലേ, പെണ്ണാണാവുന്നതല്ലേ ടീച്ചറെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളിപ്പം ഒരാണ് എന്താ പറയേണ്ടത് മീശയും താടിയൊക്കെ വടിച്ച് കളഞ്ഞ് പെണ്ണിൻ്റെ വേഷം കെട്ടി പോകുന്ന ആ ഒരു ഇതിനെയാണ് അവർ ട്രാൻസ്ജെൻഡർ എന്ന് വിചാരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ഫീച്ചേഴ്സിൽ ഉണ്ടാക്കുന്ന മാറ്റം, നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ആണായിട്ടും ജനിച്ചിട്ട് കൂടി നമ്മളെ മനസ്സ് പെണ്ണായി പോകുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടൊരു പെണ്ണായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ആ മാറ്റത്തെ, ഇതിനു വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞല്ലേ. അതാണെന്ന് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾ വരെ ധരിച്ചിരിക്കുന്നതാണ് നമ്മൾ വേഷം കെട്ടല്ലോ, അതുപോലെ ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. അവിടെ അവരവരുടെ സ്വന്തം സ്വത്വത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാറ്റം വരുത്തുന്നതാണെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആർക്കും അറിയില്ല. കുട്ടികളെങ്ങാനും വീട്ടിൽ പോയിട്ട് കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര മോശമാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളായിരിക്കും കൂടുതലുണ്ടാവും അല്ലേ. അവരൊക്കെ മോശം ആളുകളാണ്, അവരൊരു കൂട്ടുകൂടരുത് എന്ന് പറയുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരാളുടെ റോള് ഭയങ്കര വലുതാണ്, ഭയങ്കരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടീച്ചറും അതുപോലെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇനി വരുന്ന ഒരു ജനറേഷൻ മൊത്തം കംപ്ലീറ്റ്ലി അങ്ങനെയല്ലേ വിശ്വസിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നമുക്ക് കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലേ. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ആദില നൂറേൻ്റെ ആ ഒരു തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അവർ വന്ന സമയത്തുള്ള ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു വീഡിയോ ക്ലിപ്സിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യണം, എന്താ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്. കുറേ ആളുകൾ നൂറേനെ കണ്ടിട്ട് എനിക്ക് ക്രഷ് അടിച്ചു, നീ വന്ന് പറയുന്നത് അതിലെ ഉപേക്ഷിച്ച് വാ, ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടോ അവർ മനസ്സിലാക്കുന്നത് അതൊരു അതൊരു എന്താ പറയേണ്ടത്, ആ കുട്ടിക്ക് മെന്നിനോട് അട്രാക്ഷൻ ഉണ്ടാവില്ല, അതൊരു ലെസ്ബിയനാണ്. ലെസ്ബിയനും കൊണ്ട് അത് പെട്ടെന്ന് ഓക്കെ ഞാൻ ഇനി മുതൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ലെസ്ബിയൻ ആവുന്നു എന്നതല്ല, ആളെ ലെസ്ബിയൻ ആണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക ആൺകുട്ടിയോട് അങ്ങനെ തോന്നില്ല. ഇഷ്ടം പറയുന്നതും ഈ സെക്ഷൽ അട്രാക്ഷൻ അതും വേറെയാണ് അല്ലേ. നമുക്ക് ഇപ്പം ഇഷ്ടം എല്ലാവരും തോന്നും എന്ന് കഴിഞ്ഞ് നമ്മളെ പാർട്ട്ണറായിട്ട് നമ്മുടെ അവർ അങ്ങനെ ഒരു ഇതിലേക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് രണ്ടും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് എന്താ ഇവർക്ക് മനസ്സിലാവാത്തത്. കുറേ കമൻറ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നു, നൂറയോട് ക്രഷ്, നൂറ പിന്നെ വന്ന് ഇവർ തെറ്റിപ്പിരിഞ്ഞാൽ ഞാൻ നൂറയെ സ്വീകരിക്കും. എന്താ പറയേണ്ടത്, എന്താ അതിനെതിരെ പറയേണ്ടത്? അത്ര പോലെ എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. മനസ്സിലാവാത്തവർ മനസ്സിലാക്കൂ, അങ്ങനെ പറ്റില്ല. നമ്മളെ എന്താ പറയുക, അങ്ങനെ അതൊരു സാധ്യമല്ല. അത് ഉള്ളിലുള്ള സാധനമാണ്, നമ്മുടെ മേലെ കാണുന്ന ഫീച്ചേഴ്സിലെ ഉള്ളിലുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കത് അത്രത്തോളം മനസ്സിലാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണം, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കും, ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ചിരിക്കുന്ന ആളെ നിങ്ങളെ പിടിച്ച് കുറേ ആൾക്കാരെ പെണ്ണാക്കുന്നതാണ് അല്ലേ. നിങ്ങൾ പെണ്ണിൻ്റെ ബോഡിയും പെണ്ണിൻ്റെ ഫീച്ചേഴ്സും പെണ്ണിൻ്റെ എന്താ വേണ്ടത് സെക്ഷൽ ഓർഗണും ആ കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങൾ പെണ്ണാക്കിയാൽ നിങ്ങൾ പെണ്ണാകുമോ? ഇല്ലല്ലോ. നിങ്ങളെ കാണാൻ ചിലപ്പോൾ പെണ്ണിനെ പോലെ ആയിരിക്കും, പക്ഷെ നിങ്ങളെ ഉള്ളെന്ന് പറയുന്ന സംഭവമുണ്ട്, നമ്മുടെ സ്വത്തം നമ്മുടെ ഉള്ളിലുള്ള സംഭവമില്ലേ, നമ്മൾ ആരാണ് തിരിച്ചറിയുന്ന ഒരു സംഭവം, അത്
ആർക്കെങ്കിലും മാറ്റാൻ വേണ്ടി പറ്റുമോ? എത്ര എത്ര വലിയ സർജറി ചെയ്താലും അത് മാറ്റാൻ വേണ്ടി പറ്റുമോ? എത്ര വലിയ എന്താ പറയുന്നത് കൗൺസിലിംഗ് കൊടുത്താലും അല്ലെങ്കിൽ എന്ത് കൊടുത്താലും ആ ഒരു സംഭവം നമുക്ക് മാറ്റാൻ കഴിയില്ല അല്ലേ? നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പെണ്ണാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ, നിങ്ങളെ രൂപവും നിങ്ങളുടെ നടത്തവും നിങ്ങളുടെ ഡ്രസ്സിങ്ങും ഭാവവും നിങ്ങളുടെ ഓർഗൻ വരെ, സെക്ഷൽ ഓർഗൻ വരെ, നിങ്ങളുടെ അവയവങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു ആണിന് അല്ലെങ്കിൽ എന്താ പറയുക പെണ്ണാകാണെങ്കിൽ ഒരു ആണാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരാണായി മാറാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ പറ്റും? നമ്മുടെ ഉള്ളെന്ന് പറയുന്നൊരു പെണ്ണ് തന്നെയാണ്. അപ്പോൾ അതേ സെയിം സംഭവം തന്നെയാണ് ഇവരിൽ വരുന്നത്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം. നിങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അറിയണം. കാരണം നാളെ നമുക്കിടയിൽ ഇങ്ങനെ ഒരാൾ വരുന്നെങ്കിൽ നമുക്കവരെ കൂടെ നിർത്തണ്ടേ? അപ്പം നമ്മൾ അറിയണം. നാളെ നിങ്ങൾക്കൊരു മകൾ ഉണ്ടാവുകയാണെങ്കിൽ, മകൾ ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണായി ജനിച്ചവൾ കുറച്ച് കാലം കഴിയുമ്പോൾ പെണ്ണല്ല ഞാൻ ആണാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ അവരെ കുട്ടീനെ ഒന്ന് ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ എനിക്കും ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കുന്ന ആളുകളില്ല എന്ന് പറഞ്ഞില്ല, ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ ഇപ്പോഴുള്ള ഇതൊക്കെ കണ്ടതായിരിക്കും. അങ്ങനെ ഉപേക്ഷിക്കേണ്ടവരാണോ നമ്മൾ? അങ്ങനെ എന്താ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പേരൻസ് ആയി മാറേണ്ടവരാണോ നിങ്ങളെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല, എന്നാലും എനിക്ക് അറിയാൻ പോലെ ഞാൻ പറഞ്ഞു തന്നു. വൈ ഹോമോസെക്ഷൽ എന്ന് പറയുന്ന സാധനം നമ്മൾ തമ്മിൽ അത് എന്താണ് എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ എൻ്റെ കുറച്ച് അനുഭവങ്ങളും പെർസ്പെക്റ്റീവും കാര്യങ്ങളും ഇപ്പോഴുള്ള റീസെൻ്റ്ലി ആയിട്ടുള്ള എന്താ പറയുക ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ താഴെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ചെറിയ രീതിയിലാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ അല്ലെങ്കിൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, ഇതിന് സപ്പോർട്ട് വെച്ച് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മളൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ എന്താ പറയുക ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. നമുക്കത് ആഗ്രഹം ഉണ്ടാവും. അതല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ മനസ്സിലാക്കാൻ, അവരെ ഒഴിവാക്കാൻ, അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു റെഡ് ഹാർട്ടെങ്കിലും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അത്രയെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേ എന്തൊക്കെ പറയുമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് പറയുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവാം. എന്നാലും കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.